യഹോവ എലിയോൻ സൃഷ്ടികർത്താ मेरा पिता बन गया यहोवा एलियोन सृष्टिकर्ता मेरा पिता बन गया अब तो मैं सनात हूँ अब तो मैं सनात हूँ। श्रेष्ठ गीत का पुस्तक से हमें शुलेमी उनकी द्वारा कलीसिया के बारे में कुछ बातें हम सीख के आ रहे था। ഉത്തമ ഗീതത്തിൽ നമ്മൾ സഭയോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ കേട്ടു. श्रेष्ठ गीत का पुस्तक में जो शुलेमी होते वो कलीसिया को दर्शाते और उस जो हालेलुया सिंबोलिज्म के द्वारा काफी बातें हम सीखा था. ശ്രേഷ്ഠ ഗീതത്തിൽ നിന്ന് ദൈവം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. प्रभुआत्मा उसी वजन से जुड़ा हुआ कुछ बातों आज भी बोलना चाहता हूँ. ദൈവത്തിന്റെ ആത്മാവ് ആ വചനത്തിൽ ഇന്നും ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. भजन संहिता 74 हम पढ़ा. സാം 74 നമ്മൾ വായിച്ചത്. उस भजन में ऐसे हम पढ़ा, प्रभु तेरा पिंडू को तुम जंगली पशु के हाथ में सौंपने वाला नहीं है. കർത്താവ് നീ നിന്റെ പ്രാവിനെ കുറുംപ്രാവിനെ ദുഷ്ടമൃഗത്തിന് നീ ഏൽപ്പിക്കത്തില്ല. ആമേൻ ആമേൻ. നിന്റെ കുറുംപ്രാവിനെ നീ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. तुम तेरे कबूतरों को जंगली पशुओं को नहीं देंगे. श्रेष्ठ गीत का पुस्तक में कलीसिया को ना तो शुलेमी को दुल्हन को ऐसे बुलाया है तू मेरा कबूतर नहीं है कि ഉത്തമ ഗീതത്തിൽ മളവാട്ടിയെ നീ എൻ്റെ പ്രാവെന്ന് വിളിച്ചു. ഹല്ലേലൂയ. കുറുംപ്രാവെന്നാ വിളിച്ചിട്ടുള്ളത്. कि तू मेरी कबूतरे कहाँ है. നീ എന്റെ കുറുംപ്രാവാണ്. तू मेरी कबूतर है. പാറയുടെ പിളർപ്പിലും കടുംതൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. चट्टान के पीछे जो छुपा हुआ मेरे कबूतर मैं तेरा चेहरा देखने दे. നിന്റെ ഹല്ലേലൂയ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वहाँ लिखा कि तेरी आवाज में जरा सुनने दे. മണവാട്ടി സഭയെ വിളിച്ചിരിക്കുന്നത് പ്രാവ് എന്ന പേരിലാണ്. कि दुल्हन कलीसिया को कबूतर बुलाया है. 74 സങ്കീർത്തനത്തിൽ പറയുകയാണ്, Psalm 74 में कहता है, അതുകൊണ്ട് കർത്താവ് തന്റെ കുറുംപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. इसके लिए इस प्रकार कहते वो अपने कबूतर को दुष्ट जानवरों के हाथ में नहीं देंगे. ഒരു പ്രാവിനെ ഒരു ദുഷ്ടമൃഗം പിടിക്കാൻ വന്നാൽ അതിന് എന്ത് ബലമുണ്ട്, എന്ത് ശക്തിയുണ്ട്? अगर एक कबूतर को अगर एक दुष्ट प्राणी पकड़ना है तो उसको क्या बल है, क्या सामर्थ्य है, അതിന് എങ്ങനെ നിലനിൽക്കുവാൻ പറ്റും? वो कैसे खड़ा हो सकता है. ദൈവമക്കളെ, നമുക്കെതിരെ ശത്രു വലിയ വലിയ പദ്ധതികൾ ഒരുക്കുമ്പോൾ, जब हमारे विरुद्ध में शत्रु बड़े बड़े योजना बनाता है, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവ് നമ്മെ കൃപയ്ക്കുള്ളിൽ പരിപാലിക്കുവാനിടയായി തീരും. शत्रु के हाथ में ना देते हुए परमेश्वर में अनुग्रह में छुपा रखता है. ശത്രുവിന്റെ പദ്ധതികളെയൊക്കെ തകിടം മറിക്കുവാനിടയായി തീരും. शत्रु की सारी योजना को वो तोड़ देता है. അതുകൊണ്ട് മറന്നു പോകല്ലേ നമ്മൾ ഈ ദോഷങ്ങളിൽ പറയുന്ന വചനങ്ങൾ. इसके लिए भूलना नहीं है इन दिनों में जो वचन हम सुन रहे. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നാം വായിക്കുവാനിടയായി തീർന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. पिछले दिनों में 6 के 13वां आयत हमने पढ़े. ചില വേദപുസ്തകത്തിൽ 7-ാം അധ്യായത്തിന് 1-ാം വാക്യമായിട്ടാണ് ആ വാക്യം എത്തിയിരിക്കുന്നത്. कहीं वचन में 7 का 1 बोल के आया हुआ है. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടാ വാക്യങ്ങൾ. മടങ്ങി വരിക ശൂലേമി, മടങ്ങി വരിക. लोटा सुलेमी. മണവാട്ടി സഭയെ മടങ്ങി വരിക. दुल्हन कलीसिया लोटा. ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മടങ്ങി വരവിന്റെ നാളായി തീരട്ടെ. इन दिनों में हम सबके जीवन में एक लौट आने का अनुभव हो. പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ कि पुराना नियम में जितने भविष्यदत्ता थे उनका जो भी भविष्यवाणी को सीखेगा, പ്രവചനങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് ഒരു മടങ്ങി വരവിനുള്ള വിളിയായിരുന്നു. उन सब के अंदर छुपा हुआ बात था कि लौट आने के बारे में. എത്ര പേർ കേൾക്കുന്നുണ്ട് എന്നെ? कितने लोग आज सुन रहे हैं हमें. കർത്താവിൽ നിന്ന് ദൂരെ പോയ അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുവാനുള്ള ഒരു വിളിയായിരുന്നു ആ പ്രവചനങ്ങളൊക്കെ. परमेश्वर से दूर गया हुआ अवस्था से लौट आने के बारे में एक बुलावट था वो वचन. ദിവസങ്ങളിൽ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങി വരണം. इन दिनों में परमेश्वर की ओर हमें लौट आना है. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. उन्होंने हमें फाड़ डाला.
ഹല്ലേലൂയ, അവൻ നമ്മെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. उन्होंने हमें गाँव दिया, എന്നാൽ വരുവീൻ, നമുക്ക് എഴുന്നേറ്റ് അവന്റെ അടുക്കിലേക്ക് ചെല്ലാം. लेकिन फिर भी हम उठ के उनके ओर जाएंगे. അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. आमीन आमीन. वो क्षमा करने वाला प्रभु അവൻ है, മനസ്സലിവുള്ള ദൈവമാണ്. वो दयालु प्रभु है. അവങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ, जो अगर उसकी ओर लौटेंगे, നമ്മുടെ ഹല്ലേലൂയ തെറ്റായ മാർഗങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, यदि हमारी गलतियों को हम कबूल करें, അവൻ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് वो स्वर्ग से अपनी प्रार्थना सुन के, അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. आमीन आमीन, वो हमें सही स्थान में खड़ा करने वाला प्रभु കാലം है. നമ്മുടെ പരാജയങ്ങളും തോൽവികളും നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. आज के दिन हमारे जो भी हमारे कमजोरियां है, जो भी जहाँ भी हम नाकाम हुआ है, हम परमेश्वर के सन्निधि में നമ്മുടെ रखेंगे. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, यदि हमारे जीवन के कोई भी मंडल में हम पराजित हुआ है, തോൽവികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, अगर हम हारा हुआ है, അവയെ ഏറ്റുപറയാൻ പ്രിയമുള്ളവരെ. हम उसे कबूल करते हैं. പരാജയങ്ങളും തോൽവികളും മനുഷ്യ സഹജമാണ്. कि इंसान से गलतियां होता है और वो नाकाम होता है. നമ്മുടെ ബുദ്ധിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, हमारी बुद्धि में सीमा നമ്മുടെ है, കഴിവുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്, हमारी सामर्थ्य में सीमा है, നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ നമ്മെ ചതിക്കും. हमारे विचार का भी हमें धोखा देता है. പരാജയം പറ്റാത്ത ഒരു മനുഷ്യനുമില്ല. ऐसे कोई व्यक्ति नहीं जो पराजित नहीं होता. അങ്ങനെ ആർക്കെങ്കിലും പരാജയം ഒരിക്കലും പറ്റിയിട്ടില്ലെങ്കിൽ, अगर किसी को हुआ नहीं है, ആ വ്യക്തി ഒരു മനുഷ്യനല്ല. वो व्यक्ति एक इंसान नहीं है. അങ്ങനെ ഒരുവൻ മാത്രമേ ഉള്ളൂ, वैसा केवल एक ही है, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. वो हमारा प्रभु यीशु मसीह है. അവനല്ലാതെ ആരും തെറ്റുപറ്റാത്ത പരാജയം പറ്റാത്ത ഒരു മനുഷ്യനുമില്ല. उसे छोड़ के कोई नहीं जिसमें गलती नहीं हुआ या हरा नहीं हुआ. അതുകൊണ്ട് നിങ്ങളുടെയും എന്റെയും ഒക്കെ ജീവിതത്തിൽ തോൽവികളുണ്ട്. इसके लिए आपके मेरे हम सबके जीवन में कमियां हैं. ഒരു തോൽവികളും ഇല്ലാത്ത വ്യക്തികളായതുകൊണ്ടല്ല കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നത്. हम कहीं नाकाम नहीं हो इसके लिए नहीं परमेश्वर हम इस्तेमाल कर रहे हैं. നാം പറയുന്നതെല്ലാം 100% ശരിയായതുകൊണ്ടല്ല കർത്താവ് നമ്മെ ഉപയോഗിക്കുന്നത്. हम जो भी बोल रहे 100% सही है बोल के नहीं परमेश्वर हम इस्तेमाल कर रहे തന്റെ हैं. കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. आमीन. उसने अपना अनुग्रह हम पे उंडेला है. കൃപയ്ക്കായിട്ട് 100 നന്ദി പറയണം പ്രിയമുള്ളവരെ. उस अनुग्रह के लिए हमें 100 कोटि धन्यवाद देना അതുകൊണ്ടാണ് है. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ചത്. एक पिछले दिनों में पवित्र आत्मा में क्या सुनाया. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ബലഹീനനാണെങ്കിൽ, इसके लिए आप में से कोई भी अगर कमजोर സഭയിൽ है, ആരെങ്കിലും ബലഹീനനാണെങ്കിൽ, अगर कलीसिया में कोई भी कमजोर है, അവനെ അകറ്റിക്കളയാതെ उसे दूर ना करते അവനെ हुए സഭയുടെ കൂട്ടായ്മയ്ക്ക് അകത്തേക്ക് നാം ചേർത്ത് നിർത്തണം. उसे कलीसिया के अंदर हम एक साथ रखना है. പൗലോസ്ലീഹ ഇങ്ങനെ എഴുതുവാനിടയായി തീർന്നു. पौलुस ने इस प्रकार लिखा, യേശു ആർക്കു വേണ്ടിയാണോ മരിച്ചത്, यीशु ने किन लोगों के लिए मरा. ആ ദുർബല വിശ്വാസി, वो दुर्बल ആ विश्वासी, ബലഹീനനാകുന്ന വിശ്വാസി वो बलहीन विश्वासी, നിങ്ങൾ നിമിത്തം ഒരിക്കലും നഷ്ടപ്പെടുവാൻ आमीन പാടില്ല. आमीन आमीन आमीन, हमारे द्वारा कभी भी नष्ट नहीं होना है. യേശു എനിക്ക് വേണ്ടി മാത്രമല്ല മരിച്ചത്, यीशु केवल मेरे लिए नहीं मरा है, ആ ബലഹീന വിശ്വാസിക്ക് വേണ്ടി കൂടിയാണ് യേശു वो മരിച്ചത്. बलहीन विश्वासी के लिए भी मरा है. യേശുവിന്റെ കൃപ അവന്റെ ബലഹീനതയ്ക്ക് തുട നിൽക്കുന്ന കൃപയാണ്. कि यीशु का अनुग्रह उसकी कमजोरियों पे सामर्थ्य देने वाला है. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ इसके പകരപ്പെട്ടിരിക്കുന്നത്. लिए पवित्र आत्मा उस पे उंडेला है. കാരണം കർത്താവിനറിയാം, അവന് കൃപയില്ലെങ്കിൽ, അവന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ അവന് നിൽക്കാൻ പറ്റത്തില്ല. क्योंकि परमेश्वर जानता है अगर उसको अनुग्रह नहीं है, पवित्र आत्मा का सानिध्य नहीं है तो रुक नहीं सकता है. ദോഷങ്ങൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് ധരിക്കാം. इन दिनों में इसके लिए हम पवित्र आत्मा की सामर्थ को पहनेंगे. ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിലെ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുവാനിടയായി തീർന്നു. लूकोस 24 के वाक्य मुझे बहुत अच्छा लगा. അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് ധരിക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത്. वहाँ लिखा है कि पवित्र आत्मा की शक्ति को हम पहनेंगे. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് when you are clothed with the power of the Holy Ghost, Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ധരിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ധരിക്കുമ്പോൾ, उसमें इस प्रकार लिखा है कि जब तू पवित्र आत्मा को पहनते, वस्त्र जैसा पहनते वैसे जब पहनता है. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ഓരോരുത്തരും ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുക. कि आप सभी लोग आत्मा को प्राप्त करके पवित्र आत्मा को पहना है. വസ്ത്രം ധരിക്കുന്നത് പോലെ ശക്തി നിങ്ങൾ ധരിച്ചിരിക്കുക. वस्त्र जैसे पहनते वैसे शक्ति को तुमने पहना हुआ है. ഹല്ലേലൂയ. हालेलुया. ആ ശക്തിയാണ് നമ്മെ നടത്തുന്നത്. वो शक्ति है जो हमें चलाता है. ആ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് നടക്കുവാൻ കഴിയുകയില്ല. अगर वो शक्ति नहीं है तो हम चल नहीं सकता. ആ പരിശുദ്ധാത്മാവാണ് വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങളിൽ നമ്മെ നടത്തുന്നത്. वो पवित्र आत्मा है कि विभिन्न अवस्थाओं में हमें चलाता है. അതുകൊണ്ട് കാന്തേ ഈ ദോഷങ്ങളിൽ മടങ്ങി വരിക. इसके लिए दुल्हन तू लौटा. ഈ ദോഷങ്ങളിൽ വലിയ മടങ്ങി വരുവിന്റെ ദോഷങ്ങളായി തീരട്ടെ. इन दिनों में लौटाने का दिन बने. സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. हमारे समय को नष्ट नहीं करना है. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വചനത്തിന്റെ ഭാഗം, पवित्र आत्मा जो दिया हुआ एक
एक वचन का भाग യെശയ്യാവിന്റെ പുസ്തകം 58-ാമത്തെ അധ്യായമാണ്. एशिया 58 में से है। നിങ്ങൾക്കറിയാം, അത് ഉപവാസത്തെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. पवित्र आत्मा उपवास के बारे में कहने वाला एक अध्याय है। മിക്ക ഉപവാസ പ്രാർത്ഥനകളിലും ഈ അധ്യായം വായിച്ചുകൊണ്ടാണ് നാം തുടങ്ങുന്നത്. काफी सारे उपवास प्रार्थना में यही अध्याय पढ़ के शुरू करते ഇതിൽ हैं। നിന്ന് പ്രസംഗിച്ചാണ് ദൈവദാസന്മാർ ഉപവാസത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നത്. इसी में से प्रचार करके परमेश्वर के दास लोगों को उपवास के लिए तैयार നമ്മുടെ करते हैं। ഉപവാസ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഐശയ്യാ ചാപ്റ്റർ 58. तो उपवास प्रार्थना से बहुत कहां से लेके ऐसे 58 मैंने भी काफी बार इस वजन से मैंने वजन हालेलुया मगन किया है, पेश किया है. ഒത്തിരി വട്ടം ഈ വചനത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. लेकिन आज प्रभु का आत्मा इस वचन को एक दूसरा दृष्टिकोण से मुझे समझा के दिया. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തെ വേറൊരു കാഴ്ചപ്പാടിൽ എന്നെ കാണിച്ചു. जब भी हम आयशिया 58 से आयशिया 58 से वचन सुनेगा, हम हमेशा सुनते जो परमेश्वर प्रसन्न होने वाला उपवास किस तरह का उपवास है. എപ്പോഴും നമ്മൾ ഐശയ്യാ 58 വാക്യം അതിനകത്ത് പറയാറുണ്ട്, ദൈവം പ്രീതിപ്പെടുന്ന ഉപവാസം എങ്ങനത്തെ ഉപവാസമാണ്. उसे एक पावरफुल मैसेज हमेशा हम देखते हैं. അതിനൊരു സാമർഥ്യാലയ സന്ദേശം നമ്മൾ हम കൊടുക്കാറുണ്ട്. कहते देखो हर तरह का जुआ को तोड़ने वाला उपवास, हार बंधन को खोलने वाला उपवास, ऐसे उपवास परमेश्वर प्रसन्न करने वाला उपवास है. എല്ലാ നുഖത്തിനെ ഒടിക്കുന്ന ഉപവാസമാ ആ ഉപവാസം. എല്ലാ ബന്ധനങ്ങളെ തകർക്കുന്ന ഉപവാസമാണ് ദൈവം പ്രസാദിക്കുന്ന ഉപവാസമെന്ന് നാം ഇതിൽ നിന്ന് പ്രസംഗിക്കാറുണ്ട്. हम इस प्रकार इसमें से प्रचार करते हर एक बंधन को तोड़ने वाला उपवास से जो परमेश्वर प्रसन्न करता അതുകൊണ്ട് है, ഇതൊരു പവർഫുൾ മെസ്സേജ് ആണ്. इसके लिए सामर्थ्यशाली संदेश നാം है പ്രസംഗിക്കാറുണ്ട്. और हम ये प्रचार करते हैं. എന്നാൽ ഈ അധ്യായം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ എന്നെ ഒന്നുകൂടെ ഒന്ന് പഠിപ്പിക്കുവാനിടയായി തീർന്നു. लेकिन आज के दिन ये अध्याय परमेश्वर की आत्मा ने और एक बार मुझे सिखाया, അത് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. वो मैं आपके साथ बांटना चाहता है. ഹല്ലേലൂയ. हालेलुया. 58-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ സാവകാശം നാം ഒന്ന് വായിച്ചു നോക്കിയാൽ, अगर 58 का पहला अध्याय आयत से हम जरा पढ़ के देखेंगे, എന്തുകൊണ്ടാണ് കർത്താവ് തനിക്ക് ഇഷ്ടമുള്ള ഉപവാസത്തെ കുറിച്ച് പ്രഖ്യാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായി. क्यों परमेश्वर ने अपने प्रसन्न करने वाले उपवास के बारे में कहाँ पता चलता है. ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്, पहली आयत में इस प्रकार कहता है, ഉറച്ച് ശബ്ദമുയർത്തി എന്ത് ചെയ്യുക, നിലവിളിക്കുക. ഷൗട്ട് ഇറ്റ് അലൗഡ്. ഹല്ലേലൂയ. गले खोल कर पुकार, ഡു നോട്ട് ഹോൾഡ് ബാക്ക്. कुछ ना रख छोड़, റേസ് യുവർ വോയിസ് ലൈക്ക് എ ട്രംപറ്റ്. नरसिंह के जैसे ऊंचे शब्द कर, ഡിക്ലെയർ ടു മൈ പീപ്പിൾ देयर रिबेलियन. कि मेरे प्रजा को उसका अपराध बता. ഹല്ലേലൂയ. ഉറച്ചു നിലവിളിക്കുക. कि गला खोल कर पुकार, നിന്റെ ശബ്ദം നീ അടക്കി വെക്കരുത്. तू तेरे आवाज को छुपा के मत रख. നീ എന്താണ് നിലവിളിച്ച് പറയേണ്ടത്? तुझे पुकार के क्या कहना है. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തണം. नरसिंह जैसे तेरा आवाज उठा, എന്നിട്ട് എന്റെ ജനത്തിന് അവരുടെ ലംഘനങ്ങളെ, അവരുടെ പാപങ്ങളെ നീ ഓർപ്പിക്കണം. और मेरे प्रजा को उनके अपराधों को, पापों को जता. അപ്പോൾ എന്തിനാണ് പ്രവാചകൻ ഇങ്ങനെ പ്രവചിക്കുന്നത്? क्यों भविष्य ऐसा भविष्यवाणी देता है. ദൈവം എന്തിനാണ് ഇങ്ങനെ ഒരു വചനം അവരോട് പറയുന്നത്? क्यों परमेश्वर ऐसा एक वचन कहता है. അത് മനസ്സിലാക്കണമെങ്കിൽ अगर वो समझना है तो അതിന്റെ താഴോട്ട് അവർ പറഞ്ഞ 1-2 സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു നോക്കണം. उसके नीचे उन्होंने कहा 2-3 बातें हमें पढ़ना है. എന്താ അവർ പറഞ്ഞ उन्होंने क्या സ്റ്റേറ്റ്മെന്റ്? कहा. കർത്താവ് പറയുക परमेश्वर कहता है രണ്ടാമത്തെ വാക്യത്തിൽ, दूसरे आयत में, for day after day they seek me out. Hallelujah. कि प्रतिदिन वो मेरे पास आते हैं They seem eager to know my ways. Hallelujah. और वो इच्छा रखते हैं कि मेरे मार्गों को जानने के लिए. ഇവിടെ കർത്താവ് എന്താ പറയുന്നത്? यहाँ परमेश्वर क्या कहते हैं. അവർ ദിനം പ്രതി എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. वो प्रतिदिन मुझे खोज रहा है. It seems എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നോട് അടുക്കാൻ എൻ്റെ മക്കൾക്ക് ഒരു ആഗ്രഹമുണ്ട്. वो परमेश्वर कहते हैं मुझे लगता है मेरे बच्चों को मेरे पास आने की इच्छा है. ഒരു സ്പിരിച്വൽ സീക്രട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. मैं आपको एक स्पिरिचुअल गुप्त बातें कहता ഒരു हूँ. പ്രവാചകൻ നിങ്ങളെ കീറി മുറിച്ച് ദൂത് പറയുന്നെങ്കിൽ, अगर एक भविष्यद्वक्ता तुम्हें फाड़ के अगर भविष्यवाणी देता है, ദൈവദാസന്റെ വചനം നിങ്ങളെ ഒത്തിരി മുറിവേൽപ്പിക്കുന്നെങ്കിൽ, अगर एक परमेश्वर के दास का वचन तुम्हें बहुत घाव देता है, അത് ദൈവത്തിന് നിങ്ങളോട് പിണക്കുണ്ടായിട്ടല്ല, वो परमेश्वर तुमसे गुस्सा रखे नहीं, പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പിണക്കുണ്ടായിട്ടല്ല, पवित्र आत्मा तुमसे नाराज है बोल के नहीं, God remind you your sin. कि परमेश्वर तुम्हें तुम्हारे पाप को याद दिला रहा है. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? उसका कारण क्या है.
ദൈവത്തിന് തോന്നി എൻ്റെ കുഞ്ഞിന് എന്നോട് അടുത്ത് വരാൻ ഒരു ആഗ്രഹമുണ്ടെന്ന്. कि परमेश्वर को लगा मेरे बच्चे को मेरे पास लौट आने की इच्छा है. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കർത്താവിന്റെ അടുക്കലോട്ട് അടുത്ത് ചെല്ലുമ്പോഴത്തെ കർത്താവിന്റെ മോനെ വാടാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹമായിട്ട് അല്ലേ ഹലോ നമ്മുടെ പാവങ്ങളൊക്കെ ഒതുക്കി, അങ്ങനല്ല കേട്ടോ. कि हमें इस प्रकार लगता है कि हम परमेश्वर के पास जाते तो बोलते बेटा तू आ जा बोल के और हमारे पापा को सब छुपा देते हैं. ഇവര് ऐसा ഡേ नहीं. ആഫ്റ്റർ ഡേ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ये दिन प्रतिदिन परमेश्वर को खोज रहे हैं. ദൈവം പറയും, it seems that these people they are having a eager to hallelujah search for me. वो यहाँ इस वचन में कहते हैं कि उनको मुझे ढूंढने का एक इच्छा था. It seems that they are eager to know my ways. वो मेरे मार्गों को जानना എന്റെ चाहता है. വഴിയെ അറിയാൻ അവർക്കൊരു വലിയ ആഗ്രഹം, ഒരു ഉത്സാഹമുണ്ട്. कि मेरी मार्ग को जानने का उनको एक इच्छा था. Hallelujah. As if they were a nation that does what is right and has not forsaken the commands of its God. ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കാത്തൊരു ദേശം പോലെയാ അവര് പെരുമാറുന്നത്. वो इस प्रकार बता रहे कि वो अपने परमेश्वर की कोई भी आज्ञा को उन्होंने एक नहीं किया. Just decisions. वो मुझसे न्याय करने के लिए कहता है. എന്നോട് അവര് പറയാ, കർത്താവേ നീ നീതി കാട്ടണമേ എന്ന്. वो मुझसे कहते हैं कि प्रभु तू न्याय कर. And seem eager for God to come near them. Hallelujah. वो इच्छा रखते हैं कि वो परमेश्वर उनके पास आए. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? उन्होंने क्या लिखा है? അവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ उनका जब प्रार्थना सुनता है ദൈവമേ നീതി കാട്ടണമേ എന്ന് वो പ്രാർത്ഥിക്കുമ്പോൾ, जब बोलते परमेश्वर तू न्याय कर, അവർ കൽപ്പനകളിൽ നടക്കുമ്പോൾ वो जब वचनों में चलता है എനിക്ക് തോന്നുന്നു मुझे लगता है അവർക്ക് എന്നോട് അടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്. वो मेरे पास आना चाहता है. ഹലോ, നിങ്ങൾ എത്ര പേരെ കേൾക്കുന്നുണ്ട്? आप में से कितने लोग मुझे നമ്മൾ सुन ഈ रहे हैं 19 ദിവസം ഇരുന്നപ്പോൾ കർത്താവിനെ നമ്മളോട് ഇതാ പറയാനുള്ളത്. कि 19 दिन जब हम बैठे तो परमेश्वर को हमसे यही कहना है കർത്താവിന് തോന്നുന്നു ഹാർവസ്റ്റ് മിഷന് കർത്താവിനോട് അടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്. कि परमेश्वर को लगता है कि हार्वेस्ट मिशन को परमेश्वर के पास आने की इच्छा है. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടോണ്ടിരിക്കുക. हमारी प्रार्थना परमेश्वर सुन रहा है. കർത്താവിന് തോന്നുന്നു परमेश्वर को लगता they है are eager to know my way. वो मेरे मार्ग जानना എന്റെ चाहते हैं. മക്കൾ എന്റെ വഴിയെ ആഗ്രഹിക്കുന്നുണ്ട്, അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. मेरे बच्चे मेरे मार्ग जानना चाहता है. അവരെന്റെ മുഖം കാണാൻ वो ആഗ്രഹിക്കുന്നുണ്ട്. मेरे मुंह देखना चाहता है. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്ന ജനത്തോട് ऐसे इच्छा रखने वाले जनों को കർത്താവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? परमेश्वर क्या कहता है ഉറച്ച് നിലവിളിക്ക്, कि मुंह खोल के पुकार के बोल, നിർത്താതെ നിലവിളിക്ക്, बिना रुके पुकार, ഉറക്കെ വിളിക്ക്, അടങ്ങിയിരിക്കരുത്. चुपचाप मत बैठ, पुकार കാലം के പോലെ നിന്റെ ശബ്ദം ഉയർത്തട്ടെ. नरसिंह जैसा तेरा आवाज എന്താ उठे. വിളിച്ചു പറയേണ്ടത്? तुझे क्या पुकार के कहना है? ജനത്തോട് അവരുടെ പാപങ്ങളെ വിളിച്ചു പറയണം. लोगों को उसके पापों के बारे में कहना എന്താ है. റീസൺ എന്നറിയാമോ? उसका कारण क्या है? അതേ യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. वो एशिया की किताब में कहता है 59 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ, कि 59 के पहले अध्याय, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. कि वो बचा ना पाए इस प्रकार यहोवा का हाथ छोटे नहीं हुआ. Hallelujah. आमीन. Surely the arm of the Lord is not too short to save, कि हकीकत में परमेश्वर का हाथ छोटा नहीं हुआ कि वो बचा नहीं सके, nor his ear too dull to hear. ना ही उसका कान कि वो सुन नहीं सके. കർത്താവിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. वो बहरा नहीं हुआ है. ചെവിക്ക് കേൾവി കുറവല്ലെന്ന് കർത്താവിന്. कि परमेश्वर बहरा नहीं है. ഹല്ലേലൂയ. കർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ അവന്റെ കൈ കുറുകി പോയിട്ടില്ല. वो बचा नहीं पाए उस प्रकार उसका हाथ छोटा नहीं हुआ. അവൻ നീട്ടിയ കൈ കൊണ്ട് വിടുവിക്കുന്ന കർത്താവ്. वो हाथ बढ़ा के वो बचाता है. അങ്ങനെ വചനം പറഞ്ഞു. ലാസ്റ്റ് വീക്ക് നമ്മൾ കേട്ടത് നീട്ടിയ കൈ കൊണ്ട് ബലമുള്ള തന്റെ ഭുജം കൊണ്ടും വിടുവിക്കുന്ന കർത്താവ്. वो हाथ बढ़ा के बलवंत हाथों से बचाता है. ഇപ്പൊ ഈ ഭക്തന് തോന്നുന്നു കർത്താവ് ഇങ്ങനെ കൈ കുറുക്കി വെച്ചേക്കുകയാണെന്ന്. अब इसके भक्त को लगता है कि परमेश्वर उसके हाथ छुपा कर കർത്താവിന്റെ गए. കൈ കുറുകി പോയിട്ടില്ല. परमेश्वर के हाथ छोटे അവന്റെ नहीं ചെവി हुआ. മന്ദമായിട്ടില്ല. उसका कान छोटे नहीं हुआ, കർത്താവ് बहरा नहीं हुआ. നീട്ടി തന്നെ പിടിച്ചേക്കുക. वो हाथ बढ़ा के रखा है. പ്രശ്നം എന്താണെന്നറിയാമോ? लेकिन समस्या क्या है? വാക്യം പറയുന്നു, अगला आयत कहता है നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ तुम्हारी पाप जो है നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്. तुम्हें और परमेश्वर को अलग रखता है. എന്താണ് ദൈവത്തെയും നമ്മയും തമ്മിൽ ദൂരെയാക്കുന്നത്? क्या है परमेश्वर हमें दूर रखता है? നമ്മുടെ പാപങ്ങൾ. वो है हमारा अधर्म. അതാണ് ദൈവത്തെ നമ്മയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത്. वो है हमें और परमेश्वर को दूर रखा है. നിങ്ങളുടെ പാപങ്ങൾ അത്രേ तुम्हारी जो अधर्म है അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കുന്നത്. कि वो तुम्हें ना सुना करके अपने मुंह को मोड़ लेते ദൈവത്തിന്റെ हैं. ചെവി മന്ദമായിട്ടല്ല. परमेश्वर का कान बहरा होके नहीं. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങൾ എന്ത് സംഭവിച്ചിരിക്കുന്നു?
तुम्हारे पाप को क्या हुआ है? നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താതവണ്ണം മറച്ചിരിക്കുന്നു. तुम्हारे प्रार्थनाओं को परमेश्वर के पास ना നിങ്ങളുടെ पहुंचते हुए छुपा है. നിങ്ങളെ ദൈവത്തിൽ നിന്ന് ദൂരെയാക്കിയിരിക്കുന്നു. तुम्हारे अधर्मों को परमेश्वर ने से तुमसे दूर रखा है. അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. अगर तुम पास आना चाहता है, നിങ്ങൾ കർത്താവിന്റെ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. तुम परमेश्वर के मार्ग पर चलना चाहते हो, അങ്ങനെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, अगर हकीकत में ऐसा चाहता है तो എന്താണോ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അത് നാം ജീവിതത്തിൽ നിന്ന് അകറ്റണം. क्या है जो हमें परमेश्वर से दूर करता है, वो हमें जीवन से दूर करना है. ഹലോ, പാപത്തിന് ഒരു ഹല്ലേലൂയ ചികിത്സ കൊടുക്കാതെ, कि पाप को एक इलाज ना करते हुए കർത്താവുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. परमेश्वर से हम संबंध नहीं कर सकता है. ഹലോ, യശയ്യാപ്രവാചകൻ പറഞ്ഞു പഴുപ്പ് ഞെക്കിക്കളയണമെന്ന് പറഞ്ഞു. यशायाह भविष्यद्वक्ता ने बोला उसको दबा के बाहर निकालना है. ആ പഴുപ്പ് ഞെക്കിക്കളയാതെ वो पस को ना निकालते അതിന്റെ हुए മണ്ടയിൽ എത്ര മരുന്നിട്ടാലും उसके ऊपर कितना भी दवा डाले ഹീലാകത്തില്ല. वो चंगा नहीं होगा. പാപത്തിന് ചികിത്സ ആവശ്യമാണ്. कि पाप को इलाज की जरूरत है. പാപത്തെ ചികിത്സിക്കുവാൻ കാൽവറി ക്രൂശ് അല്ലാതെ വേറെ आमेन ഒരു आमेन സ്ഥലവുമില്ല. आमेन आमेन आमेन. पाप का इलाज के लिए कालवरी क्रूस छोड़ के और कुछ भी नहीं है. Dear child of God, that may be painful. वो थोड़ा दर्दनाक होगा. പാപത്തെ ചികിത്സിക്കുക പെയിൻഫുൾ ആണ്. कि पाप को इलाज करना दर्दनाक है. ഞെക്കിക്കളയുക എന്നുള്ളത് പെയിൻഫുൾ ആണ്. जो पस को निकालना है वो दर्द है. പക്ഷെ അത് താൽക്കാലിക പെയിൻ ആണ്. वो तात्कालिक दर्द है. Bring healing in your life. वो तुम्हारे जीवन में चंगाई लाएगा. യെശയ്യാ പ്രവചിക്കുക, यशायाह भविष्यवाणी दे रहे हैं. സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവിടെ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. कि शांति शांति बोल के वो मेरे बच्चों के जो घाव को ये करते हैं. എല്ലാ മീറ്റിംഗിലും നമ്മൾ റിവൈവലിന്റെ പ്രസംഗം കേൾക്കുകയാണ്. हर मीटिंग हम जागृति का संदेश सुनते കൃപയെ हैं. കുറിച്ചും ആത്മാവിനെ കുറിച്ചും കേൾക്കുക. നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. हम अनुग्रह के बारे में आत्मा के बारे में सुनते हैं. हम एकदम एक्साइटेड रहते हैं. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മളെ പരുവിനെ പൊട്ടിച്ച് അതിനെ ഞെക്കിക്കളഞ്ഞ് അതിനെ ശുദ്ധി ചെയ്യുന്നില്ല. हम वो फोड़े को तोड़ के उसमें से जो गंदगी बाहर नहीं निकालते. നമ്മൾ ഊപ്പർക്കേന പൗഡർ ഡാൽക്കേന ഹലലി മേളിക്കൂടെ പൗഡർ ഒക്കെ ഇട്ട് ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുക. നമ്മൾ മേളിൽ നിന്ന് പൗഡർ ഇട്ട് ഒതുക്കിയിരിക്കുക. ശരിക്കും ഒരു റിവൈവൽ ഉണ്ടാകണമെങ്കിൽ हकीकत में एक जागृति आना है तो എന്ത് സംഭവിക്കണം? क्या होना है? പാപത്തെ ജീവിതത്തിൽ നിന്ന് ദൂരെ മാറ്റണം. पाप को जीवन से दूर करना है. ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. कहाँ कहाँ पवित्र आत्मा उतर के कार्य किया. പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ വിഷ്വൽ എവിഡൻസ് ആണ് ജനം വലിയ ഡീപ് കൺവിക്ഷനിലേക്ക് വന്നു. कि पवित्र आत्मा उतर के काम किया उसका एक उदाहरण है कि लोग एकदम गहराई में വലിയ समर्पण किया. പാപബോധം ജനത്തിന്മേലുണ്ടായി. बहुत बड़ा पाप के बारे में उनको एक प्रकाशन हुआ വർഷങ്ങൾ പഴക്കമുള്ള തെറ്റുകൾ ഓർമ്മ വന്നു. कि सालों पुराना गलतियों ने याद आया. വർഷങ്ങൾ മുമ്പ് ആരെങ്കിലും പരിഹസിച്ചത് ചീത്ത വിളിച്ചത് പോയി ക്ഷമയോദിക്കാൻ തുടങ്ങി. कि जो सालों पहले किसी को अगर गाली दिया है कुछ बोला है तो उसको जाके हम क्षमा मांगा. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? कितने लोग मुझे सुन रहे हैं? പാപത്തിനൊരു നല്ല ചികിത്സ ഉണ്ടാകണം. तो पाप को एक अच्छा इलाज होना है. അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്ന ജനത്തോട് ദൈവം പറയുക, जो पास आने के लिए इच्छा रखने लिए परमेश्वर कहता है, ഹല്ലേലൂയ, ഇവർക്ക് ശരിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. इनको हकीकत में इच्छा है, ഇവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. इनके मन में इच्छा है. ഇവരടുത്ത് വരാൻ ശ്രമിക്കുക. ये पास आने की कोशिश कर रहे ദൈവം हैं. പറയുക, और परमेश्वर कहता है ശരിക്കും അടുത്ത് വരണമെങ്കിൽ हकीकत में पास आना है. നിങ്ങളെ ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഓർപ്പിക്കുക, मैं तुम्हें तुम्हारी पाप को याद दिला रहा हूं, കുറവശങ്ങളെ ഓർപ്പിക്കുക. तुम्हारी कमियों को याद दिला അത് रहा हूं. വിട്ട് തിരിഞ്ഞ് പശ്ചാത്തപിക്കുവാൻ അനുദപിക്കുവാൻ തയ്യാറായാൽ अगर तुम वो छोड़ के पश्चाताप करने को तैयार है तो സ്വർഗം നിങ്ങളോടും അടുത്ത് വരും. स्वर्ग तुम्हारे पास आएगा. സ്വർഗം നിങ്ങളെ ഉപയോഗിക്കാൻ ഇടയായി തീരും. स्वर्ग तुम्हें इस्तेमाल करेगा. മുഖത്തിന്റെ അമിക്കയറുകൾ പൊട്ടും. जो जुआ जो रखा है वो टूटेगा. അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. जो बंधन है वो खुलेगा. അതുകൊണ്ട് എന്റെ ജനം അവരുടെ പാപങ്ങളെ ഏറ്റുപറയട്ടെ. इसके लिए मेरा प्रजा उनके पापों को अंगीकार करे. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയണം. നമ്മളെല്ലാം മനുഷ്യരാ, കുറവുകളുണ്ട്. അത് ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് ഒരു ജയം പ്രാപിക്കണം. हम सब इंसान, हम सब में कमियां हैं. हम अपने गलतियों को स्वीकार करके उस पर जय पाना है. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ എത്ര മാറ്റമുള്ളവരാണ്? कि मसीह जीवन अब कितने बदल गया है. 5-6 വർഷം മുമ്പുള്ള അതേ വ്യക്തിയാണോ നിങ്ങൾ ഇപ്പോഴും? क्या 5-6 साल पहले जो व्यक्ति हुआ है क्या आज നിങ്ങളുടെ भी? സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടോ? क्या तुम्हारे स्वभाव में कोई फर्क है? കൂടുതൽ താഴ്മയോട് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? क्या और नम्र बन के जी पा रहे हैं? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ अगर नहीं है तो
പ്രാർത്ഥിച്ചാട്ടെ, हम प्रार्थना करो, പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ചാട്ടെ, पवित्र आत्मा से मदद ഇനി मांगो, കൃപ പകരാൻ അപേക്ഷിച്ചാട്ടെ. अभी और आत्मा देने के लिए आप प्रार्थना करो. അതിജീവിക്കുവാൻ കർത്താവ് സഹായിക്കും. जीत पाने के लिए परमेश्वर मदद करेगा. ഒരു വളർച്ച ഉണ്ടാകാൻ കർത്താവ് സഹായിക്കും. एक बढ़ोतरी होने परमेश्वर मदद ഒരു करेगा. വ്യത്യാസം ഉണ്ടാകാൻ കർത്താവ് സഹായിക്കും. एक फर्क होने के लिए परमेश्वर मदद करेगा. 2020 വലിയ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 2020 में बहुत बड़ा परिवर्तन हमारे जीवन में हो. ഹല്ലേലൂയ. हालेलुया. അനുതാപം അത് വളരെ ഹല്ലേലൂയ ഏറ്റവും എക്സംപ്ലറി എന്ന് പറയാം, ഏറ്റവും ഉദാത്തമാകുന്ന ഒരു കാര്യമാണ് അനുതാപം എന്ന് പറയുന്നത്. पश्चाताप जो करना वो बहुत ही जरूरी है, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. वो बहुत ही खूबसूरत है. ഒരു പാപത്തെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ एक पाप को जब छुपाता है അത് ഏറ്റവും വലിയ തെറ്റാണ്. वो सबसे बड़ा गलती है. അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. वो परमेश्वर को जरा भी പക്ഷെ पसंद नहीं है. അനുതാപത്തോട് അടുത്ത് വരിക എന്ന് പറയുന്നത് लेकिन पश्चाताप के साथ पास आना ഏറ്റവും മനോഹരമാണ്. वो बहुत ही खूबसूरत है. വേദപുസ്തകത്തിൽ പാപം ചെയ്ത വ്യക്തികളെ നമുക്ക് കാണാം. परमेश्वर के वचन में पाप करने वाले व्यक्तियों को हम देखते हैं, പാപത്തിന്റെ ഫലങ്ങളെ നമുക്ക് കാണാം. पाप के बलों को हम देखते हैं, പാപം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അപകടങ്ങളെ നമുക്ക് അറിയാം. पाप उनके जीवन में जो दुर्घटना ले आए वो हम എന്നാൽ जानते हैं. എവിടെയൊക്കെ അവർ അനുതാപത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുവോ, लेकिन उन्होंने पश्चाताप के साथ जब प्रार्थना അവർ किया, മടങ്ങി വരുവാൻ തയ്യാറായോ, वो लौट आने के लिए तैयार हुआ क्या? അവരെയൊക്കെ കർത്താവ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. उन सबको परमेश्वर दोनों हाथों से स्वीकार किया. ഉൽപ്പത്തി പുസ്തകം മുതൽ ആ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. उत्पत्ति से हम वही इतिहास देखते കഴിഞ്ഞ हैं. ദിവസം ഞാൻ പറഞ്ഞത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. पिछले दिनों मैंने कहा बोल के दोहरा नहीं ശിംശോന്റെ ജീവിതത്തിന്റെ അവസാന മിനിറ്റുകളിലാണ് അവന്റെ അഭിഷേകം തിരിച്ചു വരുന്നത്. कि सिमसोन के जीवन में अंतिम समय में उसका अभिषेक लौट आया. ഇനി എത്ര മിനിറ്റോട് ജീവിക്കും? अभी और कितना मिनट वो जिएगा? നമ്മളൊക്കെ പറയും ശിംശോൻ അതോടുകൂടെ അങ്ങ് ചത്തെന്ന്. അങ്ങനല്ല കേട്ടോ. हम कहेंगे उसी के साथ वो मर गया, वैसा नहीं. വലിയ അഭിഷേകം പകരപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന് അറിയാം. उसको बहुत बड़ा अनुग्रह देने से पहले परमेश्वर जानता है. ഫ്യൂ മിനിറ്റ്സ് ഇവൻ മരിക്കാൻ പോകുകയാണ്. अब कुछ क्षणों में वो मरने वाला है. ദൈവത്തിന് അറിയത്തില്ലേ? क्या वो परमेश्वर नहीं जानते? അറിയാമെങ്കിലും ദൈവം പറഞ്ഞു. जानते तो भी परमेश्वर ने कहा ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. तू और कितना साल जीवित रहेगा वो नहीं विषय. നഷ്ടപ്പെട്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, अब मैं जो नष्ट हुआ उसके लिए जब प्रार्थना किया, മടങ്ങി വരുവാൻ തയ്യാറായപ്പോൾ, जब तू लौट आने के लिए तैयार हुआ, എന്റെ മേൽ എന്റെ ശക്തിയെ ഞാൻ തിരിച്ചു പകരാൻ പോകുകയാണ്. तेरे ऊपर मेरी शक्ति को मैं फिर से उंडालूंगा. ദൈവമക്കളെ ഹല്ലേലൂയ, അവിടുന്ന് മടക്കി വരുത്തുന്ന കർത്താവ്. वहां से लौटाने वाला परमेश्वर है. വഴിതെറ്റിപ്പോയവർ ഈ നാളുകളിൽ മടങ്ങി വരട്ടെ. जो रास्ता भटक गया वो इन दिनों में लौट വചനത്തിൽ आए. നിന്ന് ദൂരെ പോയവർ മടങ്ങി വരട്ടെ. वचन से जो दूर गया वो लौट आए. കർത്താവിനെ ത്യജിച്ച് വഞ്ചിച്ച് ജീവിച്ചവർ മടങ്ങി വരട്ടെ. कि परमेश्वर के साथ धोखा दे के जो जिया वो लौट आए. കാന്തേ മടങ്ങി വരിക. दुल्हन तू लौटा, കാന്തേ മടങ്ങി വരിക. दुल्हन तू लौटा. ഓ ശുലമി മടങ്ങി വരിക. ये शुनेमी तू लौटा. മണവാളൻ നിന്നെ വിളിക്കുകയായി പകൽക്കാലം. दूल्हा तुझे बुला रहा है आज के दिन. മടങ്ങി വരവിന്റെ വിളി എത്ര പേർ कि കേൾക്കുവാനിടയായി. लौटाने का पुकार कितने लोग सुन പാപവഴികൾ रहे हैं. ഉപേക്ഷിച്ച് पाप के रास्ते को छोड़ के ലോകത്തിന്റെ ഹല്ലേലൂയ പ്രലോഭനങ്ങളിൽ മയങ്ങി ജീവിക്കുന്നതിനെ വിട്ടുകളഞ്ഞിട്ട് दुनिया के प्रलोभन में से जो जीने वाले को छोड़ के എത്ര പേർ മടങ്ങി വരാൻ തയ്യാറാ? कितने लोग लौट आने को तैयार हैं. और पीती निकल गया, दिल में शांति भर गया. और पीती निकल गया, दिल में शांति भर गया. अब तो मैं आजाद हूँ, अब तो मैं आजाद हूँ, अब तो मैं आजाद हूँ, अब तो मैं आजाद हूँ.